എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് കേബേജ് വടയാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി കനം കുറച്ചരിഞ്ഞ കേബേജാണ്. ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കേബേജിലേക്ക് കനം കുറഞ്ഞ് അരിഞ്ഞ പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, അരിഞ്ഞ വേപ്പിൻ്റെ ഇല ഇത് ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് കുറച്ച് കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് കൈകൊണ്ട് ഉടച്ച് വെച്ചതാണിത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് ഒരു കോഴിമുട്ട പുഴുങ്ങി നന്നായി കൈകൊണ്ട് തന്നെ ചെറുതായി പൊടിച്ച് എടുത്തതാണ്. ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർക്കേണ്ടത് മൈദമാവാണ്. ആവശ്യത്തിന് ഈ കൂട്ടിലേക്ക് ആവശ്യമുള്ള മൈദമാവ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള മൈദമാവാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കണത്. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവാണ്. അത് നമുക്ക് തുറന്ന് നോക്കാം. മാവ് കുഴയ്ക്കുമ്പോൾ നിങ്ങൾ സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കരുത്. കൈകൊണ്ട് തന്നെ നന്നായി കുഴച്ച് വേണം വയ്ക്കാനായിട്ട്. 1/2 മണിക്കൂർ ഇതുപോലെ വയ്ക്കുമ്പോൾ നന്നായി സോഫ്റ്റായിട്ട് നമുക്ക് മാവ് കിട്ടും. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ ഒഴിച്ച് കൊടുത്ത് ചേർക്കരുത്, വെള്ളം ഒഴിച്ച് ചേർക്കരുത്. നമ്മുടെ കൈൻ്റെ അടിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് തെളിച്ച് കൊടുത്തിട്ട് വേണം. കേബേജ് ആയിക്കൊണ്ട് കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ സോഫ്റ്റായിട്ടുണ്ട്. ഇനി വട തയ്യാറാക്കാം. മാവ് പരത്തുമ്പോൾ കൈൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ആക്കിയതിന് ശേഷം മാവ് ഉരുട്ടി കൈൻ്റെ അടിയിൽ വെച്ച് പരത്തി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ മാവ് നമുക്ക് കൈൻ്റെ അടിയിൽ ഒട്ടി പിടിക്കാതെ പരത്തി എടുക്കാൻ പറ്റും. ഇത് കൈൻ്റെ അടിയിൽ വെള്ളം ചേർത്ത് ഒന്ന് പരത്തി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കോരിയെടുക്കാം. തയ്യാറാക്കാനായിട്ട് സ്റ്റൗ കത്തിച്ച് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി വരുന്നുണ്ട്. ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സിമ്മ് കൂട്ടി ഓയിൽ തിളയ്ക്കാൻ വയ്ക്കാം. ഞാൻ ഓയിലിലാണ് ഉണ്ടാക്കണത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും തയ്യാറാക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരട്ടെ. ഓരോന്നായിട്ട് വട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ബ്രൗൺ കളറായിട്ടുണ്ട്. ഒരു ഭാഗം ബ്രൗൺ കളറാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം തയ്യാറാക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ബ്രൗൺ കളറായിട്ടുണ്ട്. ഒന്ന് വെന്ത് കിട്ടുമ്പോൾ കോരിയെടുക്കാം. ആയിട്ടുണ്ട്. കരിഞ്ഞു പോവാത്ത രീതിയിൽ വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഉള്ളൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. തീ കുറച്ച് വേണം, പെട്ടെന്ന് അല്ലെങ്കിൽ കരിഞ്ഞു പോണോണ്ടാണ് തീ കുറച്ചിട്ട് വട മൊരിച്ചെടുക്കണത്. ഉള്ളിലേക്കൊക്കെ നന്നായി വേവ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ തീ കുറച്ച് ചെയ്യണത്. നല്ല രീതിയിൽ ബ്രൗൺ കളറിൽ കരിയാതെ വട തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് കോരി വയ്ക്കാം. ബാക്കിയുള്ള വടകളും ഇതുപോലെ തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. തീ കുറച്ചിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഞാനൊരു കട്ട്ലൈറ്റിൻ്റെ പരുവത്തിലാണ് കൈൻ്റെ അടിയിലിട്ട് വട തയ്യാറാക്കി എടുത്തേക്കണത്. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ തന്നെ മാവ് ഉരുട്ടി എണ്ണയിലിട്ട് കോരിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. കാബേജ് വട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചുമന്നുള്ളിയും സബോളയും ഒന്നും ചേർക്കാത്ത, നല്ല എരിവൊക്കെ കുറഞ്ഞ് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാൻ പറ്റണ നല്ലൊരു കാബേജ് വട ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വീട്ടിൽ കാബേജ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റണ ഒരു വടയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്താം.